നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സ്ത്രീകളോടുള്ള ഉപദേശം ഈ അബൂബക്കറിനോട് വെറുപ്പ് വെക്കരുതേ. ഉപ്പളയിലെ സഹോദരിമാർക്ക് അബൂബക്കറിനോട് വല്ലാത്ത സ്നേഹമാണ്. പരിശുദ്ധ ഖുർആനും ഹദീസും ഓതിക്കൊണ്ട് പ്രഭാഷണം നടത്തുന്നതിന്റെ പേരിൽ ഇവിടുത്തെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞില്ലയോ, 2 ദിവസം അബൂബക്കർ കാസിമയ്ക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചെങ്കിൽ അബൂബക്കർ കാസിമയ്ക്ക് ദിവസമില്ലാത്തത് കൊണ്ടാ, അവര് ചോദിക്കാത്തത് കൊണ്ടൊന്നുമല്ല, അവര് 1, 2, 3 ദിവസങ്ങളൊക്കെയാണ് ചോദിച്ചത്. എനിക്ക് ഈ നാടിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിൽ ഇവിടേക്ക് വന്നത്. ബഹുമാനമുള്ള സഹോദരിമാരെ, ബഹുമാനമുള്ള പെണ്ണന്മാരെ, നിങ്ങളോട് എനിക്ക് സ്നേഹമാണ്. അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്, അള്ളാന്റെ റസൂലിന്റെ ഉപദേശമാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. അയ്യുമായും അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും പരിശുദ്ധമായ മദീന പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ആലങ്കാരിക വസ്ത്രവും ധരിച്ചുകൊണ്ട് പള്ളിയുടെ സമീപത്തേക്ക് കടന്നു വരികയാണ്. അവളുടെ ശരീരത്തിൽ നിന്ന് അത്തറിന്റെ മണം എങ്ങനെ അടിച്ചു വീശുകയാണ്, സുഗന്ധദ്രവ്യങ്ങൾ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ റസൂലും സഹാബാക്കളും ആ മദീന പള്ളിയുടെ ഉമ്മറപ്പടയിലാണ്. അവരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആ പെണ്ണിങ്ങനെ കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, യാ അയ്യുഹന്നാസ് ഉൻഹു നിസാഅക്കും മിൻ ലുബസി സീനാ വതബഖ്തുരി. പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, മുഹാജിരികളെ, അൻസാരികളെ, സഹാബാക്കളെ, 21-ാം നൂറ്റാണ്ടിലെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങളെ തടയണേ. ആലങ്കാരിക വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന്, വടിവൊത്ത വസ്ത്രം ധരിക്കുന്നതിൽ നിന്ന്, ഷേപ്പുള്ള പർദ്ദ ധരിക്കുന്നതിൽ നിന്ന്, മിനിസ്കറ്റ് ധരിക്കുന്നതിൽ നിന്ന്, സ്ലിറ്റ് ധരിക്കുന്നതിൽ നിന്ന്, അവളുടെ ശരീരത്തിന്റെ മാർദ്ദവത്വം വെളിയിൽ കാണത്തക്ക നിലയിലുള്ള രസകരമായ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ തടയണേ. മദീനയുടെ പൊന്നുമോന്റെ വാക്കാണ്, മദീനയുടെ മുത്തുമോന്റെ വാക്കാണ്. മദീനയുടെ പൊന്നുമോ നമ്മളോട് വിളിച്ചു പറയുമ്പോ അല്പമെങ്കിലും നബി തങ്ങളോട് സ്നേഹമുള്ള പുരുഷന്മാരെ, ഈ പ്രഭാഷണം ഒന്ന് കേട്ടിട്ട് ആ മദീനയോട് നിങ്ങൾക്ക് കടമയും കടപ്പാടുമുണ്ടെങ്കിൽ, ആ മദീനയുടെ മണവാളനോട് നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വാക്കൊന്ന് സ്വീകരിക്കണേ, കേൾക്കണേ. അബൂബക്കറിനോട് വെറുപ്പ് വെക്കരുത്, അബൂബക്കറിനോട് അറപ്പ് വെക്കരുത്. അബൂബക്കറിന് ഇഷ്ടമാണ്, നിങ്ങൾ ഏത് വസ്ത്രത്തിൽ നടന്നാലും പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ സഹോദരിമാര് പരസ്യമായി നടുറോഡിൽ പിച്ച് ചീന്തപ്പെടുമ്പോ, റെയിൽവേ ട്രാക്കിൽ പിച്ച് ചീന്തപ്പെടുമ്പോ, ഏതെങ്കിലും മരുഭൂമിയുടെ മടിത്തട്ടിൽ പിച്ച് ചീന്തപ്പെടുമ്പോ, ഏതെങ്കിലും കോളേജ് ക്യാമ്പസിൽ പിച്ച് ചീന്തപ്പെടുമ്പോ, ഏതെങ്കിലും റിസോർട്ടുകളിലോ ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ നിന്റെ സൗന്ദര്യമുള്ള സുന്ദരമായ ശാലീനതയെ പിച്ച് ചീന്തപ്പെടുമ്പോ എന്നെ പോലുള്ള യുവാക്കൾക്കോ സഹോദരങ്ങൾക്കോ മുസ്ലിം മക്കൾക്കോ അത് താങ്ങാൻ കഴിയില്ല പെങ്ങളെ, അത് സഹിക്കാൻ കഴിയില്ല പെങ്ങളെ. നിന്റെ ശരീരത്തിന്റെ വടിവം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരുപറ്റം കഴുകന്മാര് നിന്റെ പിന്നാലെ അറ്റാക്ക് ചെയ്യുന്നത്. അത് നീ മറന്നു പോകുന്നു പൊന്നുമോളെ, നിന്റെ കറുത്ത പുടവയ്ക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ സൗന്ദര്യം ഒന്ന് നുകർന്നു കഴിഞ്ഞാൽ കരയിൽ കിടക്കുന്ന കറിവേപ്പില വലിച്ചെറിയുന്നത് പോലെ നിന്നെ നിമിഷ നേരം കൊണ്ട് വലിച്ചെറിയും പെങ്ങളെ. അവസാനം പള്ളിയും നിന്നെ എടുക്കൂല, നിന്റെ ഉപ്പയും നിന്നെ എടുക്കൂല, നിന്റെ ഉമ്മയും നിനക്ക് വേണ്ട. നാട്ടുകാര് പോലും നിന്നെ പിച്ചു ചീന്തിക്കളയും, നാട്ടുകാര് പോലും നിന്നെ പരിഹസിക്കും. അവസാനം 250 ഗ്രാം ഫ്യൂറിഡാൻ വാങ്ങിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി കുടിച്ചിട്ട് ആത്മഹത്യയിലേക്ക് നീ പോയി ചാടും പെങ്ങളെ. അതല്ലെങ്കിൽ ചീരിപ്പായി വരുന്ന മലബാർ എക്സ്പ്രസിന്റെ മുന്നിൽ പോയി തലവെച്ചുകൊണ്ട് എന്റെ ജീവിതം നശിച്ചു പോയി. അല്ലാ, എന്റെ നാട്ടുകാരെ എന്നെ വലിച്ചെറിഞ്ഞു. അല്ലാ, എന്റെ ഉപ്പയും ഉമ്മയും വലിച്ചെറിഞ്ഞു. അല്ലാ, എന്റെ കാമുകൻ എന്നെ വഞ്ചിച്ചു. അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന മലബാർ എക്സ്പ്രസിന്റെ മുന്നിലേക്ക് നെഞ്ചു നിവർത്തി കൊടുക്കുമ്പോ എന്റെ പൊന്നുമങ്ങളെ നീ ഓർക്കണേ, നീ പോകുന്നത് സ്വർഗത്തിലല്ല മോളെ, അർശിന്റെ തണലിലല്ല മോളെ, നരകത്തിലാണ് പൊന്നുമോളെ.
പള്ളിയുടെ തൊട്ടരികത്ത് താമസിക്കുന്ന നിന്റെ ഉപ്പ നിന്നെ നമസ്കാരത്തോടെ വളർത്തിയെടുത്തതാ, ഖുർആൻ പഠിപ്പിച്ചു തന്ന് വളർത്തിക്കൊണ്ടുവന്നതാ, ഇസ്ലാമിക ആദർശത്തോടെ വളർത്തിക്കൊണ്ടുവന്നതാ, ഇസ്ലാമിക ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവന്നതാ. തഹജ്ജുദ് നമസ്കരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചില്ലേ? നോമ്പ് പിടിപ്പിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചില്ലേ? ഖുർആൻ ഓതാൻ പ്രേരിപ്പിച്ചില്ലേ? സലാത്ത് ചൊല്ലാൻ പ്രേരിപ്പിച്ചില്ലേ? 10-18 വർഷക്കാലം ആ ഉപ്പാന്റെ ഉമ്മാന്റെ കരാള ഹസ്തങ്ങളിൽ കിടന്നിട്ട് ഇസ്ലാമിക ആദർശം പഠിച്ച പെണ്ണാണ്. എന്തിനാണ് മോളെ നിന്നെ പഠിപ്പിച്ചത്? നാളെ സ്വർഗമുണ്ടടി മോളെ, നാളെ നരകമുണ്ടടി മോളെ. നമ്മൾ ആരും നരകത്തിൽ പോകാൻ പാടില്ല. ഉപ്പയും ഉമ്മയും മക്കളും ഈ ദുനിയാവിൽ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ താമസിക്കുന്നത് പോലെ നാളെ സ്വർഗത്തിന്റെ ആരാമത്തിൽ പരിലസിക്കണം മകളെ. അതാണ് ഈ ഉപ്പയുടെ ആഗ്രഹം, ഈ ഉമ്മയുടെ ആഗ്രഹം. ജന്നാത്ത് എന്ന് പറയുന്ന സ്വർഗീയ ആരാമം അല്ലാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുമോളെ, നിന്റെ ചാരിത്രം ആരും കവർന്നെടുക്കാൻ പാടില്ല. ഉപ്പ ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹം നിനക്ക് വേണ്ട മോളെ, ഉപ്പ ഇഷ്ടപ്പെടാത്ത ഒരു ലൈംഗികത നിനക്ക് വേണ്ട മോളെ. ആ ഉപ്പയും ഉമ്മയും ഇഷ്ടപ്പെട്ടുകൊണ്ട് നിന്നെ ഏതൊരു ഹലാലായ പയ്യന്റെ കയ്യിലേക്ക് ചേർത്ത് കൊടുക്കുന്നുവോ അതിലൂടെയാണ് ആ മാതാപിതാക്കൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആ ഉപ്പയെ വെറുപ്പിച്ചിട്ട് ഒളിച്ചോടിപ്പോയാൽ ആ ഉപ്പ നിന്നെ തിരിച്ചെടുക്കില്ല മോളെ. നിന്റെ ജീവിതം റെയിൽവേ ട്രാക്കിലാണ്. മയ്യത്ത് നമസ്കരിപ്പിക്കാനും ആരും വരില്ല, ആ മയ്യത്ത് കുളിപ്പിക്കാനും ആരും കാണില്ല. കാരണം കാലൊരു ഭാഗത്ത് കയ്യൊരു ഭാഗത്ത്, ശരീരത്തിന്റെ അള്ളാഹു ആദരിച്ച ശരീരത്തിന്റെ മാന്യമായ ഭാഗങ്ങളെല്ലാം മറ്റൊരു ഭാഗത്ത്. ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ഈ ശരീരത്തിലേക്ക് ഇതാ പക്ഷിപരവാദികൾ ഇറങ്ങി വരികയാണ്. നിന്റെ ഓരോ അവയവങ്ങൾ കൊത്തിയെടുക്കുകയാണ്. കോർപ്പറേഷനിൽ നിന്ന് വണ്ടി കൊണ്ടുവരികയാണ്. അവരതാ കോരിയെടുക്കുകയാണ്. മാലിന്യ കൂമ്പാരത്തിലേക്ക് ആ മുബാറക്കായ ശരീരം വലിച്ചെറിയുമ്പോ ഓർക്കണേ പൊന്നുപെങ്ങളെ, നാളെ നരകമല്ലേ നിന്റെ വിധി, നരകമല്ലേ നിന്റെ താവളം, നരകമല്ലേ നിന്റെ സങ്കേതം. സ്വർഗത്തിൽ നിന്റെ ഉപ്പയും ഉമ്മയും പരിലസിക്കുമ്പോ നീ കാറൂനോടൊപ്പം, ഫിർഔനോടൊപ്പം, ഹാമാനോടൊപ്പം, ഉബയ്യ് ഇബ്നു ഖലഫിനോടൊപ്പം അള്ളാഹു ശപിച്ചു കളഞ്ഞ ആയിരക്കണക്കിന് കോടിക്കണക്കിന് അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും പാത്രീഭവിച്ചവരോടൊപ്പം നരകത്തിൽ കിടന്ന് വെന്തുരുകുന്നത് സ്വർഗത്തിന്റെ സോപാനത്തിലിരുന്ന് സാലിഹീങ്ങളും അമ്പിയാക്കളും ആരിഫീകളും നിന്റെ ഉപ്പയും ഉമ്മയും അടക്കമുള്ള സമുദായം കാണുമ്പോ പല്ലിളിച്ച് നരകത്തിൽ കിടക്കണ്ടേ? നീ പറയൂലേ റബ്ബിർജിഊൻ റബ്ബിർജിഊൻ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ. അബദ്ധം സംഭവിച്ചു പോയി അല്ലാ, തെറ്റുപറ്റിപ്പോയി അല്ലാ, പശ്ചാത്തപിക്കുന്നു അല്ലാ എന്ന് നാളെ മഹ്ശറിൽ വെച്ച് നീ പറയുമ്പോ ആരും നിന്റെ ഭാഷ്യം കേൾക്കാൻ വരില്ല പൊന്നുപെങ്ങളെ. അതുകൊണ്ട് നിന്റെ കാലിൽ പിടിച്ച് പറയുകയാ, പവിത്രമേറിയ നിന്റെ ശരീരത്തെ മറ്റൊരുവന്റെ മുന്നിൽ പണയപ്പെടുത്തല്ലേ, ഒരു ലോഡ്ജിലും പണയപ്പെടുത്തല്ലേ, ഒരു കോളേജ് ക്യാമ്പസിലും പണയപ്പെടുത്തല്ലേ. നിന്റെ ശരീരത്തിന്റെ മാർദ്ദവത്തെ രസിക്കാൻ വേണ്ടി മാത്രമാ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കാൻ ആ കാമുകൻ തയ്യാറാവുകയില്ല. അങ്ങനെ വിവാഹം കഴിച്ചാലോ ആ ജീവിതത്തിൽ ഒരു ബർക്കത്തുമില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഏ സമുദായമേ, നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് സൗന്ദര്യമുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കല്ലേ. എന്തുകൊണ്ടാണ് ബനൂ ഇസ്രായേലിലെ പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചതെന്ന് പറയട്ടെ. അവർ സൗന്ദര്യമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, ശരീരമാസകലം സ്പ്രേ അടിച്ചുകൊണ്ട്, സുഗന്ധദ്രവ്യം അടിച്ചു പൂശിക്കൊണ്ട് അങ്ങാടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിഞ്ഞവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ബനൂ ഇസ്രായേലിലെ പെൺമക്കളെ ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. ശാപം പേറി ഈ ലോകത്തിൽ നിന്നും നിന്യരും നികൃഷ്ടരുമായി ചത്തുപോയി മക്കളെ. അതുപോലെ എന്റെ ഉമ്മത്തികളെ അതപ്പതിച്ചു പോകാതിരിക്കാനാണ് മദീനയുടെ പൊന്നുമോൻ വിളിച്ചു പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഉൻഹു നിസാഅകും അൽബസി സീനതി വതബഖ്തുരി. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പെണ്ണ് ശരീരം മുഴുവനും അലങ്കാരിക വസ്ത്രവും ധരിച്ചിട്ട് അത്രപൂശി മണവസ്തുവെല്ലാം അടിച്ചുപൂശി ലിപ്സ്റ്റിക് ചൂണ്ടില് പുരട്ടിയിട്ട് ശരീരത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ പുരട്ടിയിട്ട് ഒരു സമുദായത്തിന്റെ അരികിലൂടെ നടന്നു പോകുകയാണ്. ആ പൂവാലന്മാരെ അവളുടെ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണങ്ങനെ നടന്നു പോയാൽ فهي زانية فهي زانية فهي زانية
അവൾ വ്യഭിചാരിണിയാ, അവൾ അഭിസാരികയാ, അവൾ വഴിപിഴച്ചവളാണ്. വകുല്ലു ഐനിൻ സാനിയാ, ഓരോ വികാരം കൊണ്ടുള്ള നോട്ടമുണ്ടല്ലോ, ആ നോട്ടമെല്ലാം വ്യഭിചാരമാണെന്നും മുഹമ്മദ് മുസ്തഫ.